കുനിയോടെ റോബോട്ട് കുനിയല്ലേ ഇപ്പോഴത്തെ റോബോട്ട് കുനിയില്ലേ? പക്ഷെ അന്ന് എനിക്ക് കുനിയാൻ പറ്റില്ല. നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യൂല, കുനിയാൻ പറഞ്ഞാൽ മടക്കാൻ പറഞ്ഞാൽ ഒന്ന് കിടന്നുറങ്ങാൻ പറഞ്ഞാൽ പോലും പറ്റില്ല. അപ്പൊ എങ്ങനെയായിരിക്കും ലൈഫ്? എങ്ങനെയിരിക്കും? കൊള്ളായിരിക്കോ? എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ മക്കളാവട്ടെ, എൻ്റെ അമ്മായി ആവട്ടെ, ഹസ്ബൻഡ് ആവട്ടെ, എൻ്റെ അമ്മയാവട്ടെ, കൂടപ്പിറപ്പുകളാവട്ടെ, അവർക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ തോന്നുന്നു, ഇറങ്ങി ഓടാൻ തോന്നുന്നു. ഇറങ്ങി ഓടാൻ ഒരു ദിവസം 2 ദിവസം 1 മാസം 2 മാസമൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇച്ചിരി ഫുഡൊക്കെ ഉണ്ടാക്കി തരും, വെള്ളമൊക്കെ എടുത്ത് തരും. പ്രത്യേകിച്ച് അമ്മായിമാരും നാത്തൂന്മാരൊക്കെ അല്ലേ? ഒന്ന് തുണി ഒന്ന് വിരിച്ച് തരുമെന്ന് ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ വിരിച്ച് തരും. പിന്നെ പറക്കുമെന്ന് ചോദിക്കുമ്പോൾ മഴ വരുമ്പോഴേ അവള് കയറി അങ്ങ് റൂമിൻ്റെ അകത്ത് കയറി കതവ് അടച്ച് എസ്കേപ്പ് ആവും. മഴ വരണം, മഴ കറുത്ത് വന്നു ഇപ്പം വിളിക്കും, ഒന്ന് പറക്കുമോന്ന് ചോദിച്ചു വിളിക്കും വിളിക്കും. അപ്പൊ നമ്മൾ ഇനി ഒരാളിനെ ആശ്രയിച്ച് ജീവിക്കാണ്ടുള്ളവരല്ല. ശരീരത്തിന് ആരോഗ്യം മരിക്കും വരയ്ക്ക് നമ്മൾ വീണ്ടെടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് അതാണ് ഏറ്റവും വലിയ പുണ്യം. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം നമ്മൾ ആരോഗ്യമായി ഇരിക്കുക. അതിന് അറിവ് വേണം. കാശില്ലെങ്കിൽ ആരോഗ്യമില്ലെന്നാണോ? കാശുള്ള ആരോഗ്യമായിട്ടിരിക്കുന്ന ഇല്ല. കാശ് നിറയെ കാശുണ്ട്, ആരോഗ്യമായിരിക്കുന്ന, അറ്റാക്ക് വരാതിരിക്കുന്ന, നിറയെ കാശുള്ള ആൾക്കാർക്ക് പറയും. PCOD വരാതിരിക്കുന്ന, ക്യാൻസർ വരാതിരിക്കുന്ന കാശുള്ളവന്